പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം, തോന്നൂർക്കര. ഫോൺ 9447062266. BJP NDA ചേലക്കര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ സത്യസന്ധമായി പറയാം, എന്നെ പോലെയല്ല, ഗോപിയേട്ടനെ പോലെ 10 പേരെ കിട്ടിയ കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ ഒന്നുമല്ലാതായി മാറും. കാരണം ഈ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഈ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ, സമൂഹത്തിൽ സ്വാധീനമുള്ള ആളുകൾ, എൻ്റെ ഒരു 10 പേര് വന്നാൽ മതി. പണ്ട് സ്വാമി വിവേകാനന്ദ പറഞ്ഞില്ലേ, ഒരു 10 പേരെ എനിക്കിതാ, ഞാൻ ഈ ഇന്ത്യയുടെ ഭൂപടം മാറ്റാം. അപ്പോഴാണ് ഡോക്ടർ അഡ്ഗവാർ പറഞ്ഞത്, 10 പേരെയല്ല 10,000കണക്കിന് ആളുകളെ ഞാൻ ഉണ്ടാക്കും. സ്വാമി വിവേകാനന്ദൻ്റെ ആഹ്വാനത്തിൽ നിന്നാണ് RSS ഉണ്ടായത്. ഡോക്ടർ ജിയുടെ ഒക്കെ മൈൻഡ് സെറ്റ് സ്വാമിജിയുടെ ആഹ്വാനത്തിൻ്റെ ആധാരമായിരുന്നു. അവിടെ നിന്നാണ് ഒന്നിൽ നിന്ന് തുടങ്ങിയത്. ആ ഒന്നിൽ നിന്ന് തുടങ്ങി അത് പെരുകി ഇന്ന് ഭാരതം മുഴുവനും 1,00,000 ഹിന്ദു സമ്മേളനമാണ് ഈ ജനുവരി നടക്കാൻ പോകുന്നത്. ഇന്ത്യയിൽ 1,00,000 ഹിന്ദു സമ്മേളനങ്ങൾ. ഭാരതീയ ജനതാ പാർട്ടി ആണെങ്കിലോ എല്ലാ മേഖലകളിലേക്കും കടന്നു. നമ്മളെ എതിർക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഹിന്ദു പാർട്ടി. പക്ഷേ BJPയുടെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ 40% മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള 25 നിയോജക മണ്ഡലത്തിൽ 14 നിയോജക മണ്ഡലത്തിൽ ജയിച്ചത് BJP ആണ്. 40% താമര ചിഹ്നത്തിലാണ് ജയിച്ചേ NDA സഖ്യം. മുസ്ലിം ഔട്ട്റീച്ച്, കേരളത്തിലെ മുസ്ലിം സമൂഹം ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം വരികയാണ്. കേരളത്തിലെ ക്രൈസ്തവ മേഖലയിൽ പുരോഹിതന്മാർ BJPക്ക് വേണ്ടി രംഗത്ത് വരികയാണ്. പുരോഹിതന്മാർ. കാരണം വാസ്തവത്തിൽ ഇനി BJPയെ രക്ഷയുള്ളൂ. ഇടതുപക്ഷവും വലതുപക്ഷവും ഭരിച്ച് മുട്ടിച്ചു. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഈ കെ രാധാകൃഷ്ണൻ. എന്നുപറ്റി ഞങ്ങൾ തമ്മിൽ കണ്ടാൽ ഓടി വന്നാൽ കെട്ടിപ്പോയി. പക്ഷേ രാധാകൃഷ്ണനെ പറഞ്ഞത് കാര്യം, ചേലക്കരയിൽ നിന്ന് രാധാകൃഷ്ണൻ MLA ആയിട്ട് എത്ര കാലമായി. കോളനികൾ ഒരെണ്ണം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചില്ല. ഒരു കോളനിക്ക് സ്വാതന്ത്ര്യമില്ല. ഒരു കോളനിയിൽ വെള്ളമില്ല. ഒരു കോളനിയിൽ വെളിച്ചമില്ല. ഒരു കോളനിയിൽ സംസ്കാരം, ആ കോളനിയിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട ചുമതല അതൊന്നും ഏറ്റെടുക്കണില്ല. അപ്പം ചേലക്കരയെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്താ? ഇവന്മാർക്ക് കോളനിയിൽ വെള്ളവും വെളിച്ചമൊന്നും ഇല്ലാതെ വന്നാലേ ആളുകൾ ഈ CPMൻ്റെ പിന്നാലെ നടക്കൂ. വിദ്യാഭ്യാസവും വിവരവും നല്ല സുഖസൗകര്യങ്ങളും നല്ല ഡെവലപ്മെൻറ്റും വന്നാൽ ഈ പാർട്ടിയിൽ ആരും ഉണ്ടാവില്ല. കാരണം ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ചൂഷണത്തിൻ്റെ പാർട്ടിയാണ്. സ്വന്തം കീശ വീർപ്പിക്കുന്ന, അവനവൻ്റെ പോക്കറ്റ് വീർപ്പിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അമ്മായച്ചനും മരുവാനും കൂടി കേരളം ഭരിക്കുകയാണ്. ശബരിമലയുടെ കൊടിമരത്തിൻ്റെ മുകളിലെ കുതിരയും പോയി, ചേടാ ദ്വാരപാലകനും പോയി, ചേടാ അയ്യപ്പൻ്റെ വാതിലും പോയി, കട്ടളയും പോയി. ഇനി അയ്യപ്പൻ തന്നെ അവിടെ ഉണ്ടോ ചോദിക്കണം അറിയാം. നിങ്ങൾ കണ്ടില്ല ഇന്നലെ ശബരിമലയിൽ വാസ്തവത്തിൽ ഭക്തന്മാരുടെ പ്രതിഷേധമാണ്. ശബരിമലയിൽ ഈ കൂട്ടത്തോടെ ആളുകൾ ശബരിമലയിൽ പോകുന്നത് ഈ കള്ളന്മാരോടുള്ള പ്രതിഷേധമാണ്. നിങ്ങൾ ശബരിമല അയ്യപ്പനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ശബരിമലയിലെത്തി തൊഴും. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നത്തെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ വരുമെന്ന് പറഞ്ഞ് ജനങ്ങൾ ഒന്നാകെ ശബരിമലയിൽ പോവുക. വെള്ളം പോലും കൊടുക്കാനില്ല, തിരിവെക്കാൻ സ്ഥലമില്ല.
ഇതെന്ത് സർക്കാരപ്പ? ഇന്ന് വാസ്തവത്തിൽ ഹൈക്കോടതി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അയ്യപ്പ സമ്മേളനവും ആഗോള സമ്മേളനമൊക്കെ ഉണ്ടാക്കാൻ ചിലവാക്കിയ പൈസ കുടിവെള്ളം കൊടുക്കാറുന്നില്ലേ? ഞാൻ ചോദിക്കണേ, ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണ്ടേ? ഈ ചേലക്കരയിൽ ഇവന്മാരുടെ നടുവൊടിച്ചാൽ ഇവന്മാർ ഇതിനെ അനങ്ങൂല്ല. വാസ്തവത്തിൽ ഇവിടുത്തെ ഓരോ കോളനിയിലും, ബ്രിട്ടീഷുകാരൻ്റെ കോളനിയായിരുന്നു ഇന്ത്യ, അവിടെ സ്വാതന്ത്ര്യം വന്നതുപോലെ ഓരോ കോളനിയിലും ഒരു നിവേദിതയും സിസ്റ്റർ നിവേദിത ഉണ്ടാവണം. ഓരോ കോളനിയിലും ഒരു ഗാന്ധി ഉണ്ടാവണം. ഇവന്മാരെ തകർക്കണം. ഈ കോളനികളുടെ ഉള്ളിലുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയുള്ളൂ. BJP ജില്ലാ കമ്മിറ്റി അംഗം ഗോപി ചക്കുന്നത്ത് അധ്യക്ഷനായി. ചേലക്കരയിലെ കൂട്ടായ പ്രവർത്തനത്തിന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. നമുക്കറിയാം ചേലക്കരയിലെ പരിസ്ഥിതി. ചേലക്കരയിൽ BJPയുടെ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ BJP ഭരണത്തിൽ വരുന്നതിൻ്റെ പ്രസക്തി ഞാൻ പറയാത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാം. ഏതായാലും ഈ മഹത്തായ സന്തോഷകരമായ അഭിമാനകരമായ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്യാം ഏറ്റവും ആദരണീയനായ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ, മറ്റ് വേദിയിലിരിക്കുന്ന മണ്ഡലം പ്രസിഡന്റ് അടക്കം ജില്ലാ ഉപാധ്യക്ഷനടക്കം വേദിയിലിരിക്കുന്ന പ്രിയ BJP നേതാക്കളെ. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ നാളിതുവരെ 7 പതിറ്റാണ്ടിലേറെയായി ചേലക്കര പഞ്ചായത്ത് കേരളത്തിൻ്റെ അട്ടപ്പാടിയാക്കി മാറ്റിയ ഇവിടുത്തെ ജനപ്രതിനിധി മന്ത്രിയായും MP ആയും MLA ആയും ചീഫ് വിപ്പായും ഇപ്പോൾ MP ആയും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ട് ചേലക്കരയുടെ വികസനം എല്ലാ അർത്ഥത്തിലും താറുമാറാക്കി കിടക്കുകയാണ്. അത്തരത്തിലൊരു ചേലക്കര പഞ്ചായത്തിനെ സാധാരണ ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റിയ ഒരു കാര്യാലയമാക്കി അല്ലെങ്കിൽ സ്ഥാപനമാക്കി മാറ്റാൻ വേണ്ടി ഈ ഭരണത്തിൽ തീർച്ചയായും BJPയുടെ 24 സാരഥികൾ അധികാരത്തിലെത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തി ബഹുമാനപ്പെട്ട ആദരണീയനായ ലോകപ്രശസ്തനായ മോദിജി നൽകുന്ന 128ഓളം പദ്ധതികളെ അട്ടിമറിച്ചുകൊണ്ട് പേര് മാറ്റി വകുപ്പ് മാറ്റി ആ പണമെല്ലാം ദൂർത്തടിച്ചുകൊണ്ട് സാധാരണക്കാരൻ്റെ ശത്രുവായി മാറിയ ഇടതും വലതും ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് താങ്ങാൻ വയ്യാതെ ഇരിക്കുന്നൊരവസ്ഥയിലാണ് BJP ഈ 24 ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിരിക്കുന്നത്. എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നു. ചേലക്കരയിൽ നിങ്ങൾക്കറിയാം, ചേലക്കരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം എന്ന് പറയുന്നത് നമ്മൾ മുന്നിൽ കാണുന്ന ഈ റോഡാണ്. ഏകദേശം 105 കോടി രൂപയോളം ചെലവ് ചെയ്ത് അതിൽ 3/4 ഭാഗവും സഖാക്കൾ അടിച്ചുമാറ്റി ചേലക്കരയുടെ ഗതാഗതം വഴിതിരിച്ചു വിട്ട സമ്പന്നത്തിലാക്കിയ നമ്മുടെ MP ഇന്ന് ചേലക്കരയിൽ കാണാനേ ഇല്ല. കുറച്ച് കാലങ്ങളായി അദ്ദേഹം ചേലക്കരയിൽ വന്നിട്ട്. അതേമാതിരി തന്നെ ചേലക്കര സമസ്ത മേഖലയും ആരോഗ്യം, നമ്മുടെ തൊട്ട് മേഖലയാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് താലൂക്ക് ഹെൽത്ത് സെൻ്റർ. അവിടെ മരുന്നുമില്ല, ഡോക്ടറും ഇല്ല. അപ്പോൾ അടുത്ത കാലത്ത് പ്രവർത്തനത്തിന് പോയി നിങ്ങൾക്കറിയാം 24 വാർഡിൽ ഒരു 11ാം വാർഡിലാണെന്ന് തോന്നുന്നു നമ്മുടെ ശരണ്യ അല്ലേ. സത്യത്തിൽ ഈ 11ാം വാർഡിൽ ഞങ്ങൾക്ക് പോയപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. ചേലക്കരയുടെ വികസനം ഒന്ന് കാണാൻ പോയതാണ്. ഒരു 100 വർഷം പഴക്കം സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കാൻ പാടില്ലാത്തത് ഈ ആധുനിക സമൂഹത്തിൽ കഴിഞ്ഞ 10 ദിവസം മുമ്പ് എക്സ്ട്രീം പോവർട്ടി അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ഒരു സംസ്ഥാനത്ത് ചേലക്കരയിലെ 11ാം വാർഡിൽ മനുഷ്യൻ മൃഗങ്ങളെക്കാളും മോശമായി, നായകൾക്ക് പോലും അത്യാവശ്യം പേര് കിടക്കും കടകളും വീടുകളും തിരഞ്ഞെടുക്കണ്ടേ, അതുപോലുമില്ലാതെ മൃഗങ്ങളെപ്പോലെ യാതൊരുവിധ മനുഷ്യനാവകാശപ്പെട്ട അർഹതയുമില്ലാതെ ഒരു കാട്ടുമൂപ്പൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു CPM മാടമ്പിയുടെ കീഴിൽ ജീവിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് ചെറുപ്പക്കാരിയായ മിടുക്കിയായ ഒരു കുട്ടി വിവാഹം കഴിച്ച് അവിടെ എത്തുകയും ഈ അഴിമതിക്കെതിരെ, ഈ കെടുകാര്യസ്ഥക്കെതിരെ, ഈ സ്വജനപക്ഷപാതത്തിനെതിരെ ശക്തമായ പോരാടിയിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രിയ ശരണ്യ അതിഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. പക്ഷേ BJP എന്ന പ്രസ്ഥാനം അവരുടെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഇടത്തിനും വലത്തിനും അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതുപോലെ നിരവധി വാർഡുകളിൽ റോഡില്ല, വെള്ളമില്ല, കരണ്ടില്ല. ഞങ്ങൾ രാത്രി ഒരു കോളനിയിൽ പോയി, ഞാനും നമ്മുടെ ജില്ലാ ഉപാധ്യക്ഷനും കൂടി. അപ്പോൾ എന്തോ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. പശുവിന് വിറയിൽ വരുന്ന മാതിരിയാണ് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നത്. പശുവിന് അടക്കം സംഭവിക്കുന്ന മാതിരിയാണെന്ന്. എന്ന് പക്ഷേ വർഷത്തിൽ 1 ദിവസം 2 ദിവസം സ്ട്രീറ്റ് ലൈറ്റ് കത്തുള്ളൂ. ഏകദേശം 20ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ആ പട്ടികജാതി കോളനിയിൽ
ഒരു ലൈറ്റില്ല, കുടിവെള്ളമില്ല, ഒരു വഴി, ഒരു അത്യാവശ്യം ഒരു അപകടം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം സംഭവിച്ചാലോ അവിടേക്ക് പോകാൻ ശവമായാലും ശരി 2 കൈയിലും തൂക്കി എടുത്തു വരേണ്ട ഒരവസ്ഥയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട 26 കൊല്ലം ഭരിച്ച കെ രാധാകൃഷ്ണൻ്റെ ഈ മണ്ഡലത്തിലുള്ളത്. അപ്പം സമസ്ത മേഖലയിലും, ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, സമസ്ത മേഖലയിലും അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പഞ്ചായത്ത്. ആ പഞ്ചായത്തിനെ തീർച്ചയായും ശക്തമാക്കാൻ BJPയുടെ തുണക്കുട്ടികൾ അവിടെ വരണം. നമ്മൾ 24 പേരും ജയിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ജയം തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ജയം ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും യാതൊരു സംശയവുമില്ല, ഈ പ്രാവശ്യം 2025-2030 ചേലക്കരയിൽ BJP തനിയ ഭൂരിപക്ഷത്തിൽ വരികയോ അല്ലെങ്കിൽ BJP നിയന്ത്രിക്കുന്ന ഒരു ഭരണ സംവിധാനമോ ചേലക്കരയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ എന്തു തന്നെയായാലും ഈ ചേലക്കരയിലെ സകലവിധ പുരോഗമന വികസന കാര്യത്തിലും BJPയുടെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഏരിയ പ്രസിഡന്റ് സുനിൽ മണ്ണൂർ, ജനറൽ സെക്രട്ടറി AK പ്രകാശൻ, പുലാക്കോട് ഏരിയ പ്രസിഡന്റ് ഗിരിജ, ഏരിയ ജനറൽ സെക്രട്ടറി സുനിൽ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് രാജ്കുമാർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺ മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, കാവുങ്ങൽ രാജഗോപാലൻ, മുതിർന്ന നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ NDA സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. സന്തോഷത്തോടെ തീരുമാനത്തോടെ റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്.